ലഡു ഇഷ്ടമില്ലാത്തവരും കഴിച്ചു പോകും. സംഗതി സൂപ്പറാണ് കേട്ടോ. ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യണേ. ഹായ്, സിമ്പിൾ ഈറ്റ്സ് വിത്ത് ജിഷയിലേക്ക് സ്വാഗതം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ് ചെയ്യണേ. അപ്പോൾ തുടങ്ങാം. ലഡു ഉണ്ടാക്കാനായി ഞാനിവിടെ 2 കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത്. ഓരോ കപ്പായിട്ട് എടുത്ത് അരിച്ചെടുക്കുവാണ്. രണ്ടാമത്തെ കപ്പും അതുപോലെ അരിച്ചെടുക്കാം. 250 ml കപ്പാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വറുത്ത അരിപ്പൊടി, അപ്പപ്പൊടിയാണ്, 1 പിഞ്ച് ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് ഒരു തിക്ക് ബാറ്റർ തയ്യാറാക്കാം. ഒരുവിധം തിക്ക് ബാറ്ററാണ് കേട്ടോ തയ്യാറാക്കുന്നത്. കാരണം 1/2 കപ്പ് നെയ്യിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒത്തിരി നെയ്യ് കുടിക്കാനും പാടില്ല, നമുക്കത് പാകത്തിന് വെന്ത് കിട്ടുകയും വേണം. ബാറ്റർ ആവശ്യത്തിനുള്ള തിക്നെസ് ആയിട്ടുണ്ട്. അയ്യോ, ഒരു കാര്യം മറന്നു, നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കാൻ മറന്നുപോയി. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുവാണേ. ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ലഡുവിൻ്റെ ഒരു ഒതൻറ്റിക് കളർ എന്ന് പറയുന്നത് മഞ്ഞയാണല്ലോ, അത് നഷ്ടപ്പെടണ്ട. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് നെയ്യ് ചൂടാക്കിയെടുക്കാം. ഏകദേശം 1/2 കപ്പോളം നെയ്യാണ് കേട്ടോ ഞാൻ ഒഴിച്ചേക്കുന്നത്. കുറഞ്ഞ അളവായതുകൊണ്ടിട്ട് നെയ്യ് പെട്ടെന്ന് തന്നെ ചൂടാക്കിയിട്ട് നമുക്ക് പതിയെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ചെറിയൊരു അരിപ്പത്തവിയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. വലുതിലൊഴിച്ച് സൈഡിലേക്കൊക്കെ വീണാൽ അത് ചിലപ്പോൾ പിടിക്കും സൈഡിലൊക്കെ. അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം ബൂന്തി ആക്കാൻ നോക്കുന്നുണ്ട്. ആയില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ലാസ്റ്റ് ഇത് തണുത്ത് കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഫ്ലെയിം എപ്പോഴും മീഡിയം ടു ലോ ആയിരിക്കണം. കളർ ചേഞ്ച് ആവരുത്, ബ്രൗൺ കളറിലേക്ക് പോകരുത്. നന്നായി വെന്തു എന്ന് തോന്നിയാൽ ഉടനെ നമ്മളത് കോരിയെടുക്കണം. 2 പ്രാവശ്യം വറുത്ത് കഴിഞ്ഞ നെയ്യ് ഇത്രയും ബാക്കിയുണ്ട്. നമുക്ക് മൊത്തം ഈ നെയ്യിൽ തന്നെ വറുത്തെടുക്കാൻ പറ്റും. ഇതാ ലാസ്റ്റ് ബാറ്ററാണ് കേട്ടോ ഞാൻ വറുത്തുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ആയപ്പോൾ പാനിൽ എണ്ണ കുറവായതുകൊണ്ട് ബൂന്തിയൊന്നും ആയില്ല. സാരമില്ല, നമുക്ക് മിക്സിയിൽ ക്രഷ് ചെയ്യാം. അങ്ങനെ മൊത്തം ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് ഇതാ ഇത്രയാണുള്ളത്. ഇതിൽ തന്നെ മിക്കതും വലിപ്പമുള്ളതാണ്. അത് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ക്രഷ് ചെയ്തെടുക്കുമല്ലോ, ഒന്ന് ആറട്ടെ. അധികം എണ്ണയൊന്നും അബ്സോർബ് ചെയ്തിട്ടില്ല കേട്ടോ. ഇനി ആ പാനിൽ നമുക്ക് റൈസിൻ ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ബാക്കിയുണ്ട്. വലിപ്പമുള്ളത് മാത്രം തിരഞ്ഞ് ക്രഷ് ചെയ്യാമെന്നാണ് കരുതിയത്. പക്ഷേ നോക്കിയപ്പോൾ ഒട്ടുമിക്കതും അല്പം വലിപ്പമുള്ളതാണ്. പിന്നെ മൊത്തം നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം. ഇതാ 2-3 പാർട്ടായിട്ട് ഞാനത് കംപ്ലീറ്റ് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട ഏലക്കായ നമുക്ക് റെഡിയാക്കാം. അതിന് 4 ഏലക്കായയുടെ തൊലി കളഞ്ഞെടുത്തു. പിന്നെ 1 ഗ്രാമ്പു കൂടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് നന്നായി പൊടിച്ചെടുക്കുക. ഇനി വേറൊരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര, അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ മാറ്റണം, നമ്മൾ ഏലക്കായ്ക്ക് എടുത്തുല്ലോ. പിന്നെ 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് തിളയ്ക്കാൻ വെക്കുക. പഞ്ചസാര കുറച്ച് സമയം ഒന്ന് തിളക്കാൻ അനുവദിക്കണം. വിരലുകൾ കൊണ്ട് തൊട്ടുമ്പോൾ തമ്മിൽ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പരുവായിരിക്കണം കേട്ടോ. ഇതിപ്പോൾ തിളച്ചിട്ട് 2-3 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഇതിലേക്ക് പൊടിച്ച ഏലക്കായും ഗ്രാമ്പും ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി മിക്സ് ചെയ്യാം. 1 മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് ഇറക്കി മറ്റേ അടുപ്പിലോട്ട് വെച്ചിട്ട് പഴയ പാനിൽ നമുക്ക് റൈസിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബൂന്തി ഫ്രൈ ചെയ്തതിൻ്റെ ബാക്കി നെയ്യാണ് കേട്ടോ. ഞാൻ ഈ റൈസിനിലേക്ക് 2-3 കശുവണ്ടി ചെറുതായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. തികച്ചും ഓപ്ഷണലാണ്. ഇനി ഈ പാൻ മാറ്റിയിട്ട് തിരികെ പഞ്ചസാര പാനിയുടെ പാൻ വെക്കാം. ഒന്ന് തിളക്കുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ബൂന്തി ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യാം. പാനിയും ബൂന്തിയും കൂടി നന്നായി മിക്സ് ചെയ്യുന്ന രീതിയിൽ യോജിപ്പിച്ചിട്ട് നമുക്ക് വറുത്ത റൈസിനും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി യോജിപ്പിക്കുക. പഞ്ചസാര പാനി ബൂന്തിയിൽ എല്ലായിടത്തും എത്തണം. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് മൂടി ഒരു 5 മിനിറ്റ് വയ്ക്കാം. 5 മിനിറ്റൊക്കെ ആയി. മിക്സ് നന്നായിട്ട് ആറിപ്പോകുന്നതിന് മുമ്പ് നമുക്ക് ലഡു ഉരുട്ടിയെടുക്കണം. നമ്മൾ ലഡു മേക്കിംഗ് പ്രോസസ്സിലേക്ക് കിടക്കുവാണ്. തുടങ്ങുന്നതിന് മുമ്പ് കയ്യിൽ അല്പം നെയ്യ് തടവണം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ലഡു ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നോക്ക്, ഒരുവിധം ഒപ്പിച്ചു. ലഡു മൊത്തം ഉണ്ടാക്കി കഴിഞ്ഞ് 27 ലഡു കിട്ടിയിട്ടോ ഈ 2 കപ്പ് കടലമാവിൽ നിന്ന്. സംഗതി എന്തായാലും കിടിലനായിരുന്നു കേട്ടോ. ഒരിക്കലെങ്കിലും ഇതുണ്ടാക്കി കഴിച്ചു നോക്കണം. അപ്പോൾ എങ്ങനെ, ട്രൈ ചെയ്യുമല്ലേ? താങ്ക് യു ഡിയേഴ്സ്.